ഇന്നത്തെ പ്രത്യേകത ശ്രദ്ധിച്ചോ? ഒരുപാട് അഞ്ചിൽ കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള തുടർചലനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രൻ മൂലത്തിലോട്ട് കടക്കുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലാകുമോ? പ്രത്യേകിച്ചും അറബ് കൺട്രീസിലൊക്കെ കൂടുതലാകുമോ? അമേരിക്ക, ചിലി ഇവിടങ്ങളിലൊക്കെ കൂടുതലാകുമോ? നോർത്ത് അമേരിക്കയിൽ കൂടുതലാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രാശികൾ പെട്ടെന്ന് മനസ്സിലാകും. ഈ ചന്ദ്രൻ മകരൻ രാശിയിലോട്ട് കടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? അതായത് ഈ വരുന്ന അമാവാസ്യ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? അപ്പോൾ രവി രാശി മാറുമ്പോഴും ചന്ദ്രൻ മ കുംഭത്തിലോട്ട് വരുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? ഇതെല്ലാം നമ്മൾ മനസ്സിലായിരിക്കണം. എപ്പോഴാണ് ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത്? എന്തായാലും ഭൂകമ്പം ഉണ്ടാകും. എപ്പോഴാണ് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം ഇത്രയും നാളുണ്ടായ ഭൂകമ്പങ്ങൾ വെച്ച് നമുക്ക് അത്രയും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശനിദൃഷ്ടി ഉണ്ടായെങ്കിൽ ഈസി ആയിട്ട് പ്രവചിക്കാമായിരുന്നു. പക്ഷെ ഗുരുവിനും ചന്ദ്രനും ഉള്ളത് കൊണ്ട് പ്രവചിക്കുകയും ചെയ്യും. കുജന്റെ 12-ൽ ചന്ദ്രൻ വരുമ്പോൾ കേതുവിന്റെ ദൃഷ്ടിയിലും കൂടി ആകുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ തീപിടുത്തങ്ങളോ, വലിയ സ്ഫോടനങ്ങളോ, വലിയ ആ, ഭൂകമ്പങ്ങളോ, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളോ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രഡിക്ഷൻ നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ക്രൂരതകളൊക്കെ വർദ്ധിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഈ ഒരു 5 ദിവസം നമ്മൾ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അത് മനുഷ്യരുടെ ഇടയിലായാലും, അത് കോൺട്രവേഴ്സീസ് ആയാലും, അതുപോലെ തന്നെയാണെങ്കിൽ അല്ലാതുള്ള ഈ ആ, പ്രകൃതി ദുരന്തങ്ങളായാലും, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളായാലും, ക്രൂരതകളായാലും എല്ലാം നമ്മൾ വളരെയധികം കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മഹാശിവരാത്രി വരുന്നു. ആ ശിവരാത്രി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം മാറിപ്പോകും. നമുക്ക് നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.